കർത്താവിൻ്റെ മഹാസാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. പ്രാർത്ഥനാ സമയം തന്നെ നമുക്കത് അനുഭവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നൽകി. ഈ നല്ല അനുഭവത്തെ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ആരംഭ സമയം തന്നെ ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്നൊരു വേറൊരു അനുഭവമാണ്, വേറൊരു സന്തോഷമാണത്. ആരംഭ സമയം തന്നെ ദൈവസാന്നിധ്യം അനുഭവിക്കുക. ദൈവസാന്നിധ്യം എന്തായാലും വചന ശുശ്രൂഷയുടെ അവസാന സമയത്തൊക്കെ എന്തായാലും നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കും. പക്ഷേ ആരംഭത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഒരു ഇടത്ത് വരിക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അനുഭവമുള്ളവനാക്കുക, ഒരു വ്യക്തിയെ സ്പർശിക്കുക, ഒരു പ്ലാറ്റ്ഫോമിൽ വെളിപ്പെടുക, ഒരു ചർച്ചിൽ വെളിപ്പെടുക എന്ന് പറയുന്നത് സാധാരണമാകുന്നൊരു കാര്യമല്ല. അത് കോമൺ അല്ല, അത് സാധാരണമല്ല. ആരംഭത്തിൽ തന്നെ ദൈവസാന്നിധ്യം ഒരിടത്ത് വരണമെങ്കിൽ അന്ന് എന്തോ പ്രത്യേകമായതൊന്ന് അവിടെ നടക്കാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു ഉദ്ഘാടന ചടങ്ങിൽ അതിൻ്റെ സംഘാടകർ പന്തലും മറ്റ് സംവിധാനങ്ങളും എല്ലാം വെച്ച് കെട്ടി അതിൻ്റെ ബാക്കിയുള്ള അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിൻ്റെ മധ്യഭാഗം എത്തുമ്പോഴേ വിശിഷ്ട അതിഥി ആ വേദിയിലേക്ക് കടന്നു വരത്തും. പന്തൽ കെട്ടുന്ന സമയം വിശിഷ്ടാതിഥി വന്ന് നോക്കത്തില്ല, ചെയർ ഇടുന്ന സമയം വന്ന് നോക്കത്തില്ല, അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സീറ്റ് കൊണ്ടവിടെ ഇടുന്ന സമയത്ത് അവിടെ വന്ന് നിന്ന് നോക്കാറില്ല. തുടക്ക പ്രസംഗങ്ങളിലോ ഒന്നും തന്നെ അധ്യക്ഷൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും നോക്കാൻ അവിടെ വരത്തില്ല. പക്ഷേ അദ്ദേഹത്തെ വിളിച്ച ഒരു സമയം, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു സമയം വിശിഷ്ടാതിഥി ആ വേദിയിലേക്ക് എത്താറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അതാണ്. എന്നാൽ ഈ വിശിഷ്ട അതിഥിക്ക് തന്നെ നേരിട്ട് നിന്ന് ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ഏൽപ്പിച്ചേച്ച് പോവുകയല്ല ചെയ്യുന്നത്. ഈ വിശിഷ്ട അതിഥിയുടെ ഒരു കാര്യമാകുന്നത് കൊണ്ട്, ഈ വിശിഷ്ട അതിഥിക്ക് തന്നെ അത് നിന്ന് ചെയ്യണം എന്ന ഒരു കാര്യമാകുന്നത് കൊണ്ട്, തൻ്റെ മേൽനോട്ടത്തിൽ അവിടെ നടക്കേണ്ടതാകൊണ്ട്, അത് മറ്റാര് ചെയ്താലും ശരിയാകത്തില്ല എന്നുള്ളത് കൊണ്ട്, അത് ഈ വിശിഷ്ട അതിഥിക്ക് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നത് കൊണ്ട്, താൻ നിന്ന് ചെയ്യുന്നത് പോലെ ആരംഭം മുതൽ അവസാനം വരെ താൻ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഞാൻ പറയുന്ന വിശിഷ്ടാതിഥി, ഇന്ന് നാം ക്ഷണിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആരംഭത്തിൽ തന്നെ ഈ മീറ്റിങ്ങിലുണ്ട്. അത് താൻ നിന്ന് ചെയ്താലേ പറ്റൂ എന്ന്, അത് തനിക്ക് ചെയ്യേണ്ടതാണ് എന്ന്, അത് തനിക്ക് പ്രിയപ്പെട്ടതാകുന്നത് കൊണ്ട് താൻ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഈ ആരംഭ സമയം ഈ മീറ്റിങ്ങിലുണ്ട്. ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ഞാനത് അനുഭവിച്ചതാണ്, ഞാനത് അറിഞ്ഞതാണ്, ഞാനത് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് ആ കർത്താവിൻ്റെ സ്പർശനം എൻ്റെ മേലെന്ന പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വരാൻ പോകുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ അതിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് വളരെ സന്തോഷത്തോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സമയങ്ങളിൽ ഈ മീറ്റിംഗ് ലൈവായും അല്ലാതെയും അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വളരെ പ്രത്യാശയുള്ള ഈ നിമിഷത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള അധികാരം തിരിച്ചറിയാൻ, ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ആരാണ് എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു. അല്പം പോലും സമയം പാഴാക്കാതെ ദൈവവചനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൽ നമുക്കുണ്ടാകേണ്ടത് തിരിച്ചറിയലല്ല, ഒരു പുതിയ തിരിച്ചറിവാണ്. ക്രിസ്തുവിൽ നമുക്കുണ്ടാകേണ്ടത് ഒരു തിരിച്ചറിയലല്ല, ഒരു പുതിയ തിരിച്ചറിവാണ്. ഇന്ന് പഴമകളെല്ലാം മാറിപ്പോയി. ഒരു പുതിയ വേർഷൻ, ഒരു പുതിയ സോഫ്റ്റ്വെയർ തന്നെ നമ്മുടെ മേൽ അപ്ഡേറ്റ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് എൻ്റെ മുന്നറിവുകളോ, എൻ്റെ മുന്നത്തെ ഓർമ്മകളോ, എൻ്റെ മുന്നത്തെ പഠനങ്ങളോ ചിന്തകളോ ഒന്നും
തടസ്സമാകരുത് എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ മാന്യ സുഹൃത്ത് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെനിക്ക് ധൈര്യപൂർവ്വം പറയാനായി സാധിക്കും. ക്രിസ്തുവിൽ ഒരു പുതിയ തിരിച്ചറിയൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാനൊരു പഴയ മനുഷ്യനല്ല എന്നുള്ളത് തന്നെയാണ്. ഇത് മുന്നേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും, ഇത് മുന്നേ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും, ഒരൊറ്റ ചോദ്യം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ധാരണ മാറും. ഇത് മുന്നമേ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണെങ്കിലും, നിങ്ങളൊരു പുതിയ മനുഷ്യനെ പോലെയാണോ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ജീവിച്ചത് എന്നൊരൊറ്റ ചോദ്യം മതി നമ്മുടെ ആ ധാരണ മാറാൻ. ക്രിസ്തുവിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ ഈ നിമിഷം വരെ ജീവിച്ചത് ഒരു പുതിയ സൃഷ്ടിയുടെ സ്വഭാവത്തിലാണോ? പഴയ മനുഷ്യൻ്റെ സ്വഭാവം ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറിയിട്ടില്ല എന്നും നിങ്ങളെ ഇതുവരെ ഭരിച്ചിട്ടില്ല എന്നും നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? എനിക്ക് നന്നായിട്ടറിയാം 100% ആൾക്കാർക്കും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. അങ്ങനൊരു ചോദ്യം യേശുക്രിസ്തുവിനോട് ചോദിച്ചാൽ നെഞ്ചിൽ കൈവച്ച് സ്വർഗത്തിലേക്ക് നോക്കി കർത്താവിനെ പറയാൻ പറ്റും, ഞാൻ ഈ ഭൂമിയിൽ വന്ന്, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങി, എനിക്ക് ഓർമ്മയാകുന്ന നാൾ മുതൽ എന്നെ ദൈവം വളർത്തി, എന്നെ ശുശ്രൂഷയിലേക്ക് ഇറക്കി, 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത് എന്നെ ക്രൂശിക്കപ്പെടുന്നത് വരെയും എൻ്റെ കണ്ണ് ഈ ഭൂമിയിൽ അടയുന്നത് വരെയും ഞാൻ ഒരേ ഭാവത്തോടെ ജീവിച്ചു എന്ന് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വം, ഒരേ ഒരു മനുഷ്യപുത്രൻ അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. എന്നാൽ ആ ദൈവപുത്രനും ആ മനുഷ്യപുത്രനും ഒരേ സമയം മനുഷ്യപുത്രനും അതേസമയം ദൈവപുത്രത്വവും കൂടെ നിലനിർത്തി ഈ ഭൂമിയിൽ ദൈവീകത എന്ത് എന്ന് പഠിപ്പിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ആത്മാവിൽ ഞാനും നിങ്ങളും ഇന്ന് ഏകീകരിക്കപ്പെടുമ്പോൾ, ഇന്നലെ വരെ അല്ല, ഈ ചിന്ത നമ്മുടെ മുൻപിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നതിന് മുന്നേ വരെ നമ്മെ ഭരിച്ചിരുന്ന എല്ലാ പഴമകളും പഴയ മനുഷ്യൻ്റെ പാരമ്പര്യവും സ്വഭാവവും പൂർണ്ണമായും നമ്മിൽ നിന്ന് കർത്താവ് വേർപെടുത്തും. നമുക്ക് ആദ്യം വേണ്ടത് ഒരു പുതിയ തിരിച്ചറിവാണ്. അത് ഞാൻ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടവനാണ്, എൻ്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടവനാണ് എന്നതും, ഞാനൊരു പുതിയ മനുഷ്യനാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചതാണ് എന്നുള്ളതുമാണ്. എൻ്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടതും ഞാനൊരു പുതിയ മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് എനിക്കൊരു പാസ്റ്ററിൽ നിന്നല്ല, എനിക്കത് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ഒരു തിരിച്ചറിവാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് മനുഷ്യൻ നൽകാത്ത ഒരു തിരിച്ചറിവ്, എന്നാൽ ദൈവം നൽകുന്ന തിരിച്ചറിവ്. ഒന്നുകൂടെ, ഇത് മനുഷ്യൻ നൽകാത്ത തിരിച്ചറിവ്, ഇത് ദൈവം നൽകുന്ന ഒരു തിരിച്ചറിവ്. എല്ലാവർക്കും ഇങ്ങനെ ആകാൻ സാധിക്കുമോ? എല്ലാവർക്കും ഇങ്ങനെ ആകാൻ സാധിക്കും. പക്ഷേ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും തന്നെ ജീവിതത്തിലേക്ക്, ആത്മാവിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക്. ഫിലിപ്പിയർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഇന്നൊരല്പസമയമായിരിക്കും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ച ആശീർവാദം പറയും. അതുകൊണ്ട് വേഗത്തിൽ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കടക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം. അവനിൽ, നമുക്കതിൻ്റെ 9 മുതൽ വായിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നുവെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. എനിക്ക് ഈ മീറ്റിംഗ് മെസ്സേജ് ആരംഭിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഒരു 2-3 പോയിന്റുകൾ, ഞാനത് പ്രവചനാത്മാവിലാണ് ഞാനത് ഡിക്ലെയർ ചെയ്യുകയാണ്. ഒന്ന്, ഞാൻ വായിച്ച് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് ആരംഭിക്കുകയാണ്. ഒന്ന്, ഇന്ന്
ഭയങ്കര വലുത് എന്ന് നിങ്ങൾ കരുതുന്നതും, നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ, മാനുഷികമായി ചിന്തിച്ചാൽ അത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താവുന്നതും നിങ്ങളെ വേദനിപ്പിക്കാവുന്നതും തളർത്താവുന്നതും ഡിസപ്പോയിൻറ്റഡ് ആക്കാവുന്നതുമാകുന്ന കാര്യം തന്നെയാണ് എന്ന് ഉള്ളതും, എന്നാൽ ദൈവാത്മാവിൽ നിന്ന് ആ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ അതിനെ നിങ്ങൾക്ക് വെറും ചവറ്, വെറും സില്ലി ആയിട്ടുള്ളൊരു മാറ്ററായി നിങ്ങൾക്ക് എണ്ണാൻ കഴിയുന്നതും, നിങ്ങൾ വിശ്വസിക്കുന്നതിലുള്ള ചിലതിൻ്റെ മറുപടി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതും, മരിച്ചിരിക്കുന്ന ചിലതിൻ്റെ ഇടയിൽ നിന്ന് മറ്റാരും ഇന്നുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല. മരിച്ചു ഒരു ഡെഡ് ബോഡി അടക്കം ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്ത് മറ്റൊരു ഡെഡ് ബോഡിയെ കൊണ്ടിട്ടാൽ പുള്ളിക്ക് തോന്നുന്ന സമയത്ത് ഇന്നേ വരെ എഴുന്നേറ്റ് വന്ന ചരിത്രം ഒരു കല്ലറകളും നമ്മളോട് സാക്ഷ്യം പറയുന്നില്ല. എന്നാൽ മരിച്ചിരിക്കുന്ന ചിലതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന നിങ്ങൾ മരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയോടെ ചില പാരമ്പര്യങ്ങളെ തകർത്ത്, ചില കൾച്ചറിനെ തകർത്ത്, ചില സ്വഭാവ രീതികളെ കളഞ്ഞ് ഒരു പുതിയ മനസ്സും ആത്മാവും മനോഭാവവും ഉള്ളൊരു വ്യക്തിയായി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ ദൈവപിതാവിൻ്റെ മഹാസാന്നിധ്യം ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളിരിക്കുന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കുക. ഞാനത് വ്യക്തമായി തിരിച്ചറിയുന്നു. ഇന്നിങ്ങനെ 2-3 കാര്യങ്ങൾ ഇവിടെ നടക്കും. ഇന്ന് 2-3 കാര്യങ്ങൾ ഇവിടെ നടക്കും. ഒന്ന്, നിങ്ങൾ താമസിക്കുന്ന ദേശത്തിൽ സകലരും ആത്മാവിൽ മരിച്ചവർ പോലെ ആയിരിക്കും. അവരാരും ക്രിസ്തുവിനെ അറിയാത്തവരായിരിക്കും. ഇതൊരു മതപ്രസംഗമല്ലെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ഇതൊരു ക്രിസ്ത്യാനികളുടെ പ്രസംഗമല്ലെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ഇത് സകല മനുഷ്യർക്ക് രക്ഷാകാരണമാകുന്ന കർത്താവിൻ്റെ സുവിശേഷമാണ്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷവും സമാധാനവും എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ വരം ലഭിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ, അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ എന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നിങ്ങളാണെങ്കിലും, നിങ്ങളുടെ സകല ആത്മീയ ശക്തിയും ആത്മശക്തിയുടെ കേന്ദ്രങ്ങൾ പോലും പൂട്ടിക്കളയുന്ന രീതിയിൽ ദുരാത്മാവ് വ്യാപരിക്കുന്ന ഒരു കൂട്ടം ആത്മീയ മരണം സംഭവിച്ചവരുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിക്കണമെന്ന ആഗ്രഹമുള്ള, ക്രിസ്തുവിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരിക്കുന്ന നിങ്ങളെ അതിൻ്റെ ഇടയിൽ നിന്ന് വേറിട്ട ഒരാത്മാവിനാൽ ക്രിസ്തുവിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ ക്രിസ്തു എഴുന്നേറ്റതുപോലെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാക്കി ദൈവം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തും. 2, നിങ്ങളെ ഭരിച്ചിരുന്ന സകലതിനെയും, ഈ ലോകത്തിൽ നിങ്ങളെ ഭരിച്ചിരുന്ന സകലതിനെയും ചവറെറിയുന്നത് പോലെ നിങ്ങൾക്ക് തൂത്തെറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. 3, നിങ്ങൾ വിശ്വസിച്ചതിലുള്ള സകല മറുപടിയും സമാധാനവും നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കും. 3 കാര്യങ്ങൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ആശീർവാദം പറയുന്നതിന് മുന്നേ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതിനുവേണ്ടി എന്താണ് നാം ചെയ്യേണ്ടത് എന്നൊരു വാക്കിൽ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുവാണ്. അതിനുവേണ്ടി ഒരൊറ്റ കാര്യം ചെയ്യുക. ഞാൻ പുതു മനുഷ്യനാണ് എന്നുള്ളൊരു അറിവല്ല, പകരം ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്ക് വേണ്ടത്. അറിവുകൾ ഒരു മനുഷ്യനെ ചീർപ്പിക്കും. അറിവുകൾ ഒരു മനുഷ്യനെ ചീർപ്പിക്കും. അറിവുകൾ ഒരു മനുഷ്യനെ അഹങ്കാരിയാക്കും. ഒത്തിരി അറിവുകളുള്ളവർ ഭയങ്കരമായിട്ട് ചീർക്കും. അറിവിൻ്റെ അഹങ്കാരം അവരിലുണ്ടാകും. എന്നാൽ അവബോധം, അവയർനെസ്, ഒരു തിരിച്ചറിവ്, അനുഭവം ഒരു മനുഷ്യനെ അധികം തെളിമയുള്ളതാക്കും. ഒത്തിരി പ്രോസസ്സുകളിൽ കൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ റിയലായിട്ടുള്ള തെളിച്ചം ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു ബുദ്ധിക്കാണെങ്കിലും ഒരാത്മാവിനാണെങ്കിലും ഉണ്ടാകുകയുള്ളൂ. ഒത്തിരി പ്രോസസ്സുകളിലൂടെ കടന്നു പോകണം. നിങ്ങളുടെ പൈപ്പ് തുറക്കുന്ന സമയം ഡയറക്റ്റ്ലി നിങ്ങളൊരു ചില്ല് ഗ്ലാസ്സിലേക്ക് വെള്ളം പിടിച്ചാൽ ലഭിക്കുന്ന ഒരു തെളിച്ചമോ ഒരു
ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു അനുഭവമല്ല നിങ്ങളൊരു പ്യൂരിഫയറിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. പൈപ്പിൽ നിന്ന് നിങ്ങൾ വെള്ളം ഡയറക്റ്റായിട്ട് പിടിക്കുമ്പം അതിനകത്തുനിന്ന് പത കാണാം, ചെറിയൊരു ക്ലോറിൻ്റെ ഒരു അംശം കാണാം, വെള്ളം അത്ര അങ്ങോട്ടൊരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നാം എല്ലാം. എന്നാൽ അതേ വെള്ളത്തെ ഒരു പ്യൂരിഫയറിലേക്ക് കണക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ഒരു 7, 8, 9, 10 ഫിൽട്രേഷൻ കഴിഞ്ഞ് അതിൻ്റെ ടാപ്പിലൂടെ വരുന്ന വെള്ളത്തെ നിങ്ങളൊരു ഗ്ലാസ്സിൽ പിടിച്ച് നോക്കിയാൽ രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ടാകും. കാരണം എന്താണ്? ഒത്തിരി പ്രോസസ്സുകളിലൂടെ ആ വെള്ളത്തിന് കടന്നു പോകേണ്ടതായിട്ട് വന്നതുകൊണ്ട് അതിന് ലഭിച്ച ഒരു പരിശുദ്ധിയാണ്. ആ പ്രോസസ്സുകളിലൂടെ എല്ലാം അതിനകത്ത് നിന്ന് ഒത്തിരി ബാക്ടീരിയലായിട്ടുള്ള കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്താണ് അത് ആ ഗ്ലാസ്സിലേക്ക് വന്ന് വീഴുന്നത്. അത് നമുക്ക് ഒരു ഭയവുമില്ലാതെ കുടിക്കാൻ കഴിയുന്നത് പോലെ നിങ്ങളെ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ ദൈവം ഒത്തിരി പ്രോസസ്സുകളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ഈ വെള്ളത്തിനൊരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ കയറി ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ജീവിതം ഭയങ്കര വേദനയായി പറയേണ്ടി വരത്തില്ല. പകരം അത് ഇന്ന് വരെ കയറിയിട്ടില്ലാത്ത ചിലതിനകത്തുകൂടെ കയറേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ടല്ലാതെ അതിൻ്റെ ദേഹം എവിടെയും മുറിയുകയോ അതിന് മറ്റെന്തെങ്കിലും അളവിൽ കുറവ് സംഭവിക്കുകയോ അതിന് മറ്റ് രൂപഭേദങ്ങൾ ഉണ്ടാകുകയോ മാറ്റങ്ങൾ ഉണ്ടാകുകയോ ഭാവമാറ്റം ഉണ്ടാകുകയോ ഒന്നും ചെയ്തില്ല. പകരം അതിൻ്റെ സ്വഭാവത്തിലാണ് ആ വെള്ളത്തിൽ മാറ്റമുണ്ടായത്. ഡയറക്റ്റ് ആ പൈപ്പ് തുറന്ന് ഗ്ലാസ്സിലേക്ക് എടുത്ത വെള്ളത്തിൻ്റെ സ്വഭാവമല്ല പ്യൂരിഫയറിൽ നിന്നൊരു വെള്ളം എടുത്തപ്പോൾ അതിനുണ്ടായത് എന്ന് ധൈര്യമായി പറയുവാൻ തക്കവണ്ണം അതിനകത്തുള്ള ചില കണ്ടംനേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഫിൽട്ടർ ചെയ്തെടുത്തതുപോലെ ഇന്ന് ഈ മീറ്റിങ്ങിലിരിക്കുന്ന ചില ദൈവമക്കളെ നോക്കി എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതൊന്നിനകത്തുകൂടെയും മുറിവേൽപ്പിക്കുക എന്നതല്ല ദൈവിക ഉദ്ദേശം. അത് നിങ്ങളോട് സംസാരിക്കുന്ന ഇരുട്ടിൻ്റെ ശബ്ദമാണ്. പകരം നിങ്ങളെ ക്രിസ്തുവിൻ്റെ ഭാവവും അധികാരവും ശോഭയും ഉള്ള ഒരു വ്യക്തിയാക്കി മാറ്റുക, ക്രിസ്തു ഉള്ളവനാക്കി മാറ്റുക, ഒരു ഇൻ ക്രൈസ്റ്റ് എന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവപരിശുദ്ധ ആത്മാവിൻ്റെ ഉദ്ദേശം. അതിന് ഒരു പഴയ സിം ഒഴിവാക്കി പുതിയ ഒരു നെറ്റ്വർക്കിൻ്റെ സിം നമ്മുടെ ഫോണിലേക്ക് ഇൻസേർട്ട് ചെയ്ത് സർവീസ് ചാലു ആക്കുന്നത് പോലെ പഴയ നെറ്റ്വർക്കുമായിട്ടുള്ള എല്ലാ ഈവിൾ നെറ്റ്വർക്കുമായിട്ടുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്ത് ഒരു പുതിയ സിമ്മായി ക്രിസ്തുവിൻ്റെ സർവീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കത്തക്ക നിലയിലുള്ള ഒരു ന്യൂ ഡിവൈസായി നിങ്ങൾ രൂപാന്തരപ്പെടുകയാണ് എങ്കിൽ ഭയങ്കര ദൈവിക പരിരക്ഷ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, അപ്പ ഈ കേട്ടതുപോലെ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ടോക്സിക് കണക്ഷൻസും ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ. പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് എനിക്ക് അങ്ങനെ ഒരു നിയോഗം തരുന്നു. എല്ലാ ടോക്സിക് കണക്ഷൻ നിങ്ങളുടെ മൈൻഡിനെ ടോക്സിക് നിങ്ങളുടെ മൈൻഡിനെ ടോക്സിക് ആക്കുന്ന, നിങ്ങളുടെ ക്യാരക്ടറിനെ ടോക്സിക് ആക്കുന്ന, ഇമോഷൻസിനെ ടോക്സിക് ആക്കുന്ന, ക്യാരക്ടറിനെ മലിനമാക്കുന്ന, സ്വഭാവത്തെ ചീത്തയാക്കുന്ന, വാക്കുകളെ പരിശുദ്ധിയില്ലാത്തതാക്കുന്ന, വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന, മനസ്സിനെ വ്രണപ്പെടുത്തുന്ന, ആത്മാവിനെ സപ്രസ് ചെയ്ത് കളയുന്ന, അമർച്ച ചെയ്ത് കളയുന്ന, അധികാരം പ്രവർത്തിക്കാത്ത തരത്തിലാക്കി കളയുന്ന എല്ലാ ഈവിൾ നെറ്റ്വർക്കുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുമ്പോൾ ആ ഈവിൾ കണക്ഷന്റെ മേൽ യേശുവിന്റെ കൈ വന്നത് തകർക്കട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചേ. യേശുവേ, ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, ഞങ്ങളെ ദൈവകൃപയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന, ഞങ്ങളെ ദൈവത്തിലുള്ള പ്രത്യാശയിൽ നിന്ന്, ദൈവ സ്വഭാവത്തിൽ നിന്ന് ഒരു ടോക്സിക് ക്യാരക്ടറാക്കി മാറ്റുന്ന, ഒരു പഴയ മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ ദുഷ്ട സ്വാധീന ശക്തികൾ, ഈവിൾ കവനന്റ്, എല്ലാ ടോക്സിക് നെറ്റ്വർക്കുകൾ, ഈവിൾ നെറ്റ്വർക്കുകൾ, എല്ലാ ഡിമോണിക് സ്ട്രോങ് ഹോൾഡ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള നെറ്റ്വർക്കുകൾ നിങ്ങളിൽ നിന്ന് കട്ടാകുന്നു. അങ്ങനെയുള്ള ഈവിൾ ഹോൾഡുകൾ നിന്റെ സോളിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇരുട്ടിന്റെ സ്വഭാവങ്ങൾ അഴിയുന്നു.
എല്ലാ ഇരുട്ടിന്റെ നെറ്റ്വർക്കുകളും പൊട്ടിമാറട്ടെ. ഈ മീറ്റിംഗിൽ ആരൊക്കെയാണോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത്, യശോബച്ച, ഈ മീറ്റിംഗിൽ ആരൊക്കെയാണോ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത്, ആ മക്കളിന് മേലെല്ലാം ദൈവിക സമാധാനം വ്യാപിക്കട്ടെ. ആ മക്കളിന് മേലെല്ലാം ദൈവിക വിടുതലിപ്പോൾ സംഭവിക്കട്ടെ. എനിക്കിങ്ങനൊരു ക്യാരക്ടറിൽ ജീവിക്കണ്ട എന്ന് എനിക്ക് വ്യക്തമായി കർത്താവിന്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ ഒരു ഉൾപ്രേരണ, ആരോ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഉള്ളിൽ അതുപോലെ ദൈവം തരുന്നു. എനിക്കിങ്ങനൊരു ക്യാരക്ടറിൽ ജീവിക്കണ്ട, എനിക്കിങ്ങനൊരു മൈൻഡ് സെറ്റിൽ ജീവിക്കണ്ട. ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം, എനിക്കിങ്ങനെ അല്ല ഞാൻ കൊതിച്ചത്, ഇങ്ങനെ അല്ല ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയുന്ന നിങ്ങളോട് കർത്താവ് പറയുന്നു, നിന്നെ കൺട്രോൾ ചെയ്യുന്ന ഈവിൽ നെറ്റ്വർക്കിന്റെ മേൽ കരുണയുള്ള ദൈവത്തിന്റെ കൈ നീ പ്രാർത്ഥിക്കുമെങ്കിൽ വരും, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ വരും. അത് നിങ്ങളുടെ വീടിനെ കൺട്രോൾ ചെയ്യുന്നതാണേലും, നിങ്ങളുടെ ആ ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയറിനെ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലും, നെയ്ബേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലും, എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഇരുട്ടിന്റെ സ്വാധീനങ്ങളുടെ മേൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ തീ ഇറങ്ങി വന്ന് ആ കൺട്രോൾ യൂണിറ്റ് തന്നെ തീ വച്ച് നശിപ്പിച്ച് കളയുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുന്നത്, ഏതോ ഒരു പ്രദേശത്ത് ടെന്റ് അടിച്ച് ഒരു കൂട്ടം ദുഷ്ടശക്തികൾ ടെന്റ് അടിച്ച് ദൈവത്തിനുള്ള കുടുംബത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ആ ടെന്റിനകത്ത് നിന്ന് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്ന ആ ടെന്റിനെ ദൈവം തീ വയ്ക്കും. ഞാൻ ഇങ്ങനെ പ്രവചിക്കുകയാണ്. ചില 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 ഡിമൺസിന്റെ, ചില ദുഷ്ടാത്മാക്കളുടെ ഉള്ളിലിരിപ്പ് അവന്റെ കേന്ദ്രത്തിൽ വെച്ച് അവൻ പ്രിപ്പയർ ചെയ്ത ചിലത് നിങ്ങളിൽ കൊണ്ടിട്ടിട്ട് അത് പുറത്തു വരാൻ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് അവന്റെ റിസൾട്ട് പുറത്തു വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവന്റെ ആ ദുഷ്ട സ്പിരിറ്റിന്റെ, ആ ഇരുട്ടിന്റെ ശക്തികളുടെ ആ പ്രൊഡക്റ്റ് കൺസീവ് ചെയ്യുന്ന ചില വ്യക്തികളിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന് ദൈവം ആ ദുരാത്മാവിന്റെ ആ ഇരുട്ടിന്റെ സബ്സ്റ്റൻസ്, ആ പ്രൊഡക്റ്റ്, ആ കൺസീവ് ചെയ്തിരിക്കുന്ന ആ ദുഷ്ടശക്തിയെ എൻ്റെ ദൈവം അബോട്ട് ചെയ്ത് കളയും. എൻ്റെ ദൈവം അത് ടെർമിനേറ്റ് ചെയ്ത് കളയും. എൻ്റെ ദൈവം അത് ഡിലീറ്റ് ചെയ്ത് കളയും. അവൻ്റെ പ്രൊഡക്റ്റ് കൺസീവ് ചെയ്യാനുള്ള ഒരു വ്യക്തി അല്ല താങ്കൾ. ബിക്കോസ് യു ആർ എ ന്യൂ ക്രിയേഷൻ. അവന്റെ ക്യാരക്ടർ കൺസ്യൂം ചെയ്യാനുള്ളൊരു വ്യക്തിയല്ല ഞാൻ. അവന്റെ ക്യാരക്ടർ ക്യാരി ചെയ്യാനുള്ളൊരു വ്യക്തിയല്ല ഞാൻ. അവന്റെ ക്യാരക്ടർ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു വ്യക്തിയല്ല ഞാൻ. പകരം എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയവന്റെ ആത്മാവിനെ കൺസീവ് ചെയ്യാനുള്ള, ക്യാരി ചെയ്യാനുള്ള, ഡെലിവർ ചെയ്യാനുള്ള, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വ്യക്തിത്വമാണ് ഇൻ ക്രൈസ്റ്റ് എന്ന ഒരു നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റീസ്. ഓ ഗ്ലോറി. ഞാനിങ്ങനെ പ്രവചിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അതിനൊരു പ്രൊഫറ്റിക് റിലത്തിലാണ് ഹോളി സ്പിരിറ്റ് ഈ മെസ്സേജ് ഏൽപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. വീടുകൾക്കകത്ത്, വീടുകളിൽ നിങ്ങൾ പാർക്കുന്ന ഗൃഹം, നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ടെറിട്ടറി, നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ലൊക്കാലിറ്റി, നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടം, വസതി, അവിടെ സാത്താന്റെ ആത്മാവിനെ ജനിപ്പിക്കാൻ, സാത്താന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താൻ, സാത്താന്റെ രാജ്യത്തിൽ അനുസരണക്കേടിന്റെ
മക്കളിൽ വ്യാപരിക്കുന്ന എന്നെഴുതിയേക്കുന്ന വചനമുണ്ടല്ലോ. അതുപോലെ അനുസരണക്കേടിൻ്റെ മക്കളിൽ, ആ മക്കളിൽ അപ്പൻ്റെ സ്വഭാവമേ വെളിപ്പെടുത്തുള്ളൂ. ആ ദുഷ്ട സ്വഭാവം വെളിപ്പെടുത്താൻ, അത് നിങ്ങളെ കൊണ്ട് ക്യാരി ചെയ്യിക്കാൻ, കൺസീവ് ചെയ്യിക്കാൻ, അത് വഹിച്ച് അതിനെ പ്രസവിക്കാൻ, അതിനെ ചുമന്ന് അതിനെ പ്രസവിക്കാൻ, അതിനെ വെച്ചോണ്ട് അതിനെ വെളിപ്പെടുത്താൻ, പ്രതിഫലിപ്പിക്കാൻ സാത്താൻ കണ്ടേക്കുന്ന ചില കുടുംബങ്ങളെ, സാത്താൻ കണ്ടേക്കുന്ന വ്യക്തികളെ, ആ പുതിയ സൃഷ്ടി എന്ന ആത്മീയ തിരിച്ചറിവ് പോലും പലപ്പോഴും സാഹചര്യ സമ്മർദ്ദം കൊണ്ട് മറന്നുപോയി പഴയ മനുഷ്യനെ വെളിപ്പെടുത്തേണ്ടി വരുന്ന ആ ഒരു വല്ലാത്ത അവസ്ഥയെ കനിവോടെ എൻ്റെ ദൈവം കാണുകയാണ്. കനിവോടെ എൻ്റെ ദൈവം കാണുകയാണ്. കോപത്തോടെ അല്ല, കനിവോടെ എൻ്റെ ദൈവം കാണുകയാണ്. നിങ്ങളുടെ നെഞ്ചത്തടിച്ചുള്ള നിലവിളിയും, നിങ്ങളുടെ പ്രാർത്ഥന മുറിയിലുള്ള ഞരക്കവും, നിങ്ങളുടെ മനസ്സിനകത്തുള്ള സമ്മർദ്ദവും വ്യക്തമായി മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്ന് വീടുകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, അഭിഷിക്തരിൽ നിന്ന്, ദൈവത്തെ വിളിക്കുന്ന നിങ്ങളിൽ നിന്ന് കർത്താവ് ആ സൈറ്റാനിക് ഏജന്റിനെ എന്നേക്കുമായി ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്ന ദുഷ്ടാത്മാവിൻ്റെ എല്ലാ വിത്തുകളെയും കർത്താവ് ബൗട്ട് ചെയ്ത് കളയും. കർത്താവ് എന്നോട് പറയുന്നു, ഈ കപക്കെട്ട് പോലെയല്ല, കപക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു കാര്യമില്ല. തണുത്ത ഭക്ഷണം കഴിച്ചിട്ടല്ല, കുളിച്ചിട്ട് തല തോർത്താഞ്ഞിട്ടല്ല, പക്ഷേ എപ്പോഴും നെഞ്ചിൽ കപക്കെട്ട് വരുന്ന, ലങ്സിൽ കപക്കെട്ട് പോലെ നെഞ്ചിനകത്ത് എപ്പോഴും ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഭാരവും, എപ്പോഴും കപക്കെട്ട, ഇവിടെ ഒട്ടും ഫ്രീ അല്ലാത്ത രീതിയിൽ എന്തോ ഭയങ്കരമായിട്ട് ഇവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നുന്ന, അതിനുവേണ്ടി എപ്പോഴും മെഡിസിൻ എടുക്കേണ്ടി വരുന്ന ചിലർ ഈ മീറ്റിങ്ങിലുണ്ട്. ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു, ഞാൻ പറഞ്ഞതിനകത്ത് ഒന്ന് ഈ അവസ്ഥയാണ്. സാത്താൻ്റേതായത് നിങ്ങളിലൂടെ പുറത്ത് വരുത്തണം. അവൻ്റെ പ്രവർത്തികളിൽ, അല്ലെങ്കിൽ അവൻ വന്ന് പ്രവർത്തിച്ചാൽ നടക്കുന്ന ഒന്ന്, അവനെ കൊണ്ട് നടന്നാൽ നടക്കുന്ന ഒന്ന്, അവൻ്റെ പ്രവർത്തനങ്ങളിലൊന്ന് രോഗിയാക്കുക എന്നുള്ളതാണ്. അത് ഏത് രോഗം എന്നുള്ളതല്ല, രോഗിയാക്കുക, മെഡിസിൻ അടിമപ്പെടുത്തുക. ആ അവസ്ഥയിലുള്ള ദൈവമക്കൾ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചോ. ഒരു ഹീലിംഗ് പവർ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇതൊരു ഡെലിവറൻസ് മീറ്റിംഗ് ആയി ദൈവാത്മാവ് ചേഞ്ച് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ നെഞ്ചിൽ വിശ്വാസത്തോടെ കൈവച്ചിരിക്കുന്ന, എപ്പോഴും കപത്തോടുകൂടി ചുമയ്ക്കുന്ന, എപ്പോഴും അതിനുവേണ്ടി ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരുന്ന, താൽക്കാലിക ശമനത്തിനു വേണ്ടി വലിയ വീര്യം കൂടിയ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്ന ചില ദൈവമക്കളെ ഹോളി സ്പിരിറ്റ് ഈ സമയം ടച്ച് ചെയ്യുകയാണ്. കർത്താവ് കാണുന്ന ചില വ്യക്തികളെ, ദൈവത്തോട് നിലവിളിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഈ സമയം ഹീൽ ചെയ്യുകയാണ്. വലിയ സമാധാനം, വലിയ വിടുതല കുടുംബത്തിൽ, വ്യക്തികളിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. ആ സാത്താനീയമാകുന്ന ശക്തി ആ ബോഡിയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവിൻ്റെ കാൽ കീഴിൽ അത് അമർച്ചലാകാൻ കൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആയിരിക്കാം. എപ്പോഴും പുതിയ സൃഷ്ടിയാകുന്ന ഒരു വ്യക്തിക്ക് ഇതിന്മേൽ ദൈവം അധികാരം കൊടുക്കും. ആ അധികാരത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ചിലരിങ്ങനെ പറയാറുണ്ട്, ഈ പ്രാർത്ഥിക്കുന്ന, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരല്ലേ, ഇപ്പം പാസ്റ്ററിന് പനി വരാൻ പാടില്ല എന്നുണ്ടോ? പാസ്റ്റർ ഒരു മനുഷ്യനാണ്. പാസ്റ്ററിന് പനി വരാൻ പാടില്ല എന്നുണ്ടോ? പാസ്റ്ററിന് വയറുവേദന വരാൻ പാടില്ല എന്നുണ്ടോ? ഇതൊന്നും നമ്മൾ ചെയ്യുന്നത് മാനുഷിക ശക്തിയിലല്ല. പാസ്റ്ററും മനുഷ്യരാണ്. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് മനുഷ്യരെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്. പക്ഷെ അതങ്ങനല്ല മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു മിനിസ്ട്രി ചെയ്യാൻ നിൽക്കുന്ന സമയം നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിന്ന്, ആ സമയം നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് ഒരു വ്യക്തിയെ മിനിസ്ട്രി ചെയ്യുന്നത്. പക്ഷേ പാസ്റ്റേഴ്സിനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, അവർ അത് ദൈവികമാകുന്ന കൃപയിൽ നിൽക്കുമ്പോൾ അവർക്കതിനെ ജയിക്കാൻ കർത്താവ് കൃപ കൊടുക്കും. 2, ഒരിക്കലും അതൊരു പാസ്റ്റർ ആണെങ്കിലും ശരി, ഒരിക്കലും ദൈവം ഒരു ശുശ്രൂഷ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നത് തനിക്ക് തന്നെ മുറിവ് കെട്ടാനോ തനിക്ക് തന്നെ
സുഖപ്പെടുത്താനോ അല്ല. എൻ്റെ മേൽ തന്നിരിക്കുന്ന വരം മറ്റൊരു വ്യക്തിക്ക് പ്രയോജനപ്പെടാനാണ്. ഇല്ലെങ്കിൽ ഞാൻ അഹങ്കരിക്കും. എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ചിന്തിക്കും, പുള്ളിയെ വിളിച്ചാൽ ഇപ്പോൾ വന്നില്ലെങ്കിൽ എന്താ, അല്ലെ പുള്ളിയെ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ എന്താ, എനിക്ക് പ്രാർത്ഥിക്കാൻ വരമുണ്ടല്ലോ, ഞാനിരുന്ന് പ്രാർത്ഥിച്ച് ഇപ്പം പൊറപ്പിച്ച് കാണിച്ചു തരാമെന്ന് ഞാൻ അഹങ്കരിക്കും. സിമ്പിൾ. എനിക്ക് എന്നെ പറയാമല്ലോ, കുഴപ്പമില്ലല്ലോ, അഹങ്കരിക്കും. അതേസമയം കർത്താവ് ഇപ്പം വെച്ചേക്കുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എനിക്കൊരിത് വന്നാൽ ഞാൻ ഉടനെ മറ്റൊരുവനിലുള്ള ശുശ്രൂഷയെ മാനിക്കും. മനസ്സിലാവുന്നോ? മറ്റത് ഞാനായിരിക്കും ഏറ്റവും വലിയ പാസ്റ്റർ, ഞാനായിരിക്കും ഏറ്റവും വലിയ പ്രാർത്ഥനാ മനുഷ്യൻ, ഞാനായിരിക്കും ഏറ്റവും വലിയ പ്രവചന ശുശ്രൂഷയുള്ളവൻ. പിടികിട്ടിയോ? മറ്റത് ഞാൻ അങ്ങോട്ട് ഇച്ചിരി ഒന്ന് ഡൗൺ ആകുമ്പോൾ, വീര്യം കുറയുമ്പോൾ, മറ്റൊരുവനിലുള്ള ശുശ്രൂഷയെ, മറ്റൊരുവനിലുള്ള ദൈവം പകർന്നിരിക്കുന്ന കൃപയെ ഞാൻ ഓർക്കും, ഞാൻ മാനിക്കും, ഞാൻ വിളിക്കും. നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി മേടിക്കാൻ, നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറിത്തോട്ടമുണ്ട്, നിങ്ങളുടെ പച്ചക്കറിത്തോട്ടത്തിൽ തക്കാളി ഇഷ്ടം പോലെ കായ്ച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾ തക്കാളി മേടിക്കാനായിട്ട് നിങ്ങൾ പച്ചക്കറി കടയിൽ പോവുമോ? ഇല്ല. നല്ല ചീര നിങ്ങളുടെ പറമ്പിൽ നിൽപ്പുണ്ട്, തഴച്ചു വളർന്ന് നിൽപ്പുണ്ട്, നിങ്ങൾ ചീര മേടിക്കാൻ പച്ചക്കറി ഷോപ്പിൽ പോവുമോ? ഇല്ല. അതേസമയം നിങ്ങളുടെ പച്ചക്കറിത്തോട്ടത്തിൽ ഒരു തക്കാളി ഇല്ല, നിങ്ങളുടെ പച്ചക്കറിത്തോട്ടത്തിൽ വെണ്ടയ്ക്കയില്ല, നിങ്ങളുടെ പച്ചക്കറിത്തോട്ടത്തിൽ പച്ചമുളകില്ല, നിങ്ങൾ ഇത് മേടിക്കാൻ മാത്രമായിട്ട് നിങ്ങൾ പച്ചക്കറി കടയിൽ പോകത്തില്ലേ? സിമ്പിൾ. ഇത് തന്നെയാണ് കർത്താവ് നമുക്ക് വെച്ചേക്കുന്ന സിസ്റ്റം. എപ്പോഴും ദൈവം മനുഷ്യരിൽ ചിലതൊക്കെ അനുവദിക്കും. അതുകൊണ്ട് യേശുവിനോട് പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിനോട് പറഞ്ഞാൽ, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ പൗലോസിനോടുള്ള കൃപ തന്നെയാണ് ഒരനന്യാസിനെ പൗലോസിൻ്റെ അന്ധതയുടെ സമയം ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത്. ഇനി ഒരു ദൂതുകൂടെ ഞാൻ പറയാം. ഒരു ശൗലിൻ്റെ അടുത്തേക്ക് ഒരു അനന്യാസിനെ യേശു എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നപ്പം അനന്യാസിന് ഇഷ്ടം ഉണ്ടായിട്ടല്ല വന്ന് കൈവച്ച് പുള്ളിക്ക് കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ദൂത് ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് എന്നോട് ഇപ്പം പറയുന്നൊരു ദൂതാണ്, ഇപ്പം കർത്താവ് എന്നോട് പറയുന്ന ഒരു ആലോചനയാണ്. ശൗലിനെ ഒരു പൗലോസാക്കി ടേൺ ചെയ്യാൻ വേണ്ടി, പൗലോസിന്റെ ലൈഫിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ വേണ്ടി അനന്യാസ് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ യേശു ആഗ്രഹിച്ചു. ശൗലിൽ ഒരു ഡെലിവറൻസ് നടക്കാൻ അനന്യാസ് ആഗ്രഹിച്ചില്ല, പക്ഷെ യേശു ആഗ്രഹിച്ചു. യേശു ആഗ്രഹിച്ചപ്പോഴും അനന്യാസ് അതിന് എതിര് നിന്നു. പറഞ്ഞു, കർത്താവേ, അവനെ നീ ഡെലിവർ ചെയ്യരുത്, കാരണം അങ്ങയിൽ വിശ്വസിക്കുന്നവരെയൊക്കെ തേടി പിടിച്ച് തല്ലിച്ചതച്ച് മൃഗീയമായി കൊന്നവനാണവൻ. അതുകൊണ്ട് അവനെ ഡെലിവർ ചെയ്യരുത്. അങ്ങനെ ഇരിക്കുന്നതാ നല്ലത്, അന്ധത പിടിച്ചിരിക്കുന്നതാ നല്ലത്, കെട്ടപ്പെട്ടിരിക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇല്ല, അവനെ എനിക്ക് അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാ. യേശുവിൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ അനന്യാസ് ശൗലിരുന്നെടുത്ത് എത്തിയത്. കേട്ടോ, യേശുവിൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ അനന്യാസ് ശൗലിരുന്നെടുത്ത് എത്തിയത്. അവിടെ വെച്ച് പ്രാർത്ഥിച്ച് തന്നെ സൗഖ്യമാക്കി, കണ്ണിൽ മേൽ കൈവച്ച് ശൗലേ കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് കണ്ണിൽ നിന്ന് അന്ധത ചെതുമ്പലിളകി വീഴുന്നത് പോലെ വീണ് കാഴ്ച പ്രാപിച്ചൊരു മനുഷ്യനായി മാറിയതുപോലെ ഒരു ശൗലിന് മറ്റൊരു മനുഷ്യന്റെ ശുശ്രൂഷ ആവശ്യമായി വന്നതുപോലെ ദൈവം വെച്ചിരിക്കുന്ന ഈ സിസ്റ്റത്തിനകത്ത് കയറി പുതിയ മനുഷ്യനാകാൻ ക്രിസ്തുവിൽ ആത്മാവിൽ ലഭിച്ചിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നു. മറ്റ് പലർക്കും, പ്രാർത്ഥിക്കുന്നവർക്ക് പോലും നിങ്ങൾ വിടുവിക്കപ്പെടുന്നത് ഇഷ്ടമല്ല എങ്കിൽ പോലും, എൻ്റെ മാന്യ സഹോദര, ഒരു മനുഷ്യനും അല്ല നിങ്ങളെ തെരഞ്ഞെടുത്തത്. ശൗലിനെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അനേകരെ രക്ഷ ചെയ്തെടുക്കുവാനും അനേകരുടെ അരികിലേക്ക് ചിലത് കൊണ്ടെത്തിക്കാൻ പകരാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രം വിടുവിക്കപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവനെ സൃഷ്ടിച്ച, വിളിച്ച, വേർതിരിച്ച ഞാനാണ് എന്ന് പറഞ്ഞതുപോലെ
നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിച്ച്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെട്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചലിപ്പിച്ച്, നിങ്ങൾക്ക് വേണ്ടി ദൈവം വ്യത്യാസങ്ങൾ വരുത്തി, നിങ്ങളുടെ അന്ധതയുടെ അവസ്ഥയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ പുതിയൊരു പാത്രമാക്കി ദൈവം പുറത്തു കൊണ്ടുവരും. അതിന് ഈ ആണ്ട് കഴിഞ്ഞു പോകത്തില്ല. കൈവച്ചവൻ ഇഷ്ടമുണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും നമ്മൾ വിടുവിക്കപ്പെടണേ എന്നുള്ള അങ്ങനെ വലിയ ഹൃദയമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ചിലതൊക്കെ ദൈവത്തിന് നിർബന്ധം വന്ന ദൈവം ചെയ്യും. സ്തോത്രം, സ്തോത്രം. ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന് പ്യൂരിഫയറിൽ കയറണം എന്നുള്ള താല്പര്യം കൊണ്ടാണോ വരുന്നത്? അല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നവർക്ക് ഞാൻ പറയുന്ന മനസ്സിലാവും, അല്ലാത്തവർ ഇതെന്തൊരു സാധനം എന്ന് ചിന്തിക്കും. അതായി മീറ്റിംഗ് സമയത്ത് കയറണമെന്ന് പറയുന്നത്. ആരംഭം മുതൽ കയറണം പറ്റുമെങ്കിൽ. എല്ലാവരുടെയും അവസ്ഥ എനിക്ക് മനസ്സിലാവും. സൗകര്യം ഉണ്ടായിട്ടും കയറാത്തവരോടാണ് പറഞ്ഞ്. ഈ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം പ്യൂരിഫയറിൽ കയറിയിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടാണോ വരുന്നത്? അല്ല. പക്ഷേ വീട്ടിലുള്ളവർ ആ പൈപ്പുമായി ഒരു പ്യൂരിഫയർ കണക്ട് ചെയ്തിരുന്നാൽ അതിൽ കൂടെ കയറിയ വെള്ളം ഇതിലേക്കൂടെ വരുവുള്ളൂ. അല്ലാതെയും വരും. ഞാൻ പറഞ്ഞ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നവരുടെ വരും. പക്ഷേ എന്നതുപോലെ ചിലതിനെയൊക്കെ ദൈവം ആ നിലയിൽ പ്യൂരിഫൈ ചെയ്യുന്നതിൻ്റെ അർത്ഥം മറ്റ് പലതിനും നൽകാൻ കഴിയാത്തത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റ് പലതിനും നൽകാൻ കഴിയാത്തത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന വെള്ളത്തിന് ചിലത് ഓഫർ ചെയ്യാൻ പറ്റും. ഈ പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന വെള്ളത്തിന് ചിലത് ഓഫർ ചെയ്യാൻ പറ്റും. ആ പൈപ്പിലൂടെ വരുന്നതിനേക്കാളും ചിലത് ഈ പ്യൂരിഫൈ ചെയ്ത് വരുന്ന വെള്ളത്തിന് ഓഫർ ചെയ്യാൻ പറ്റും. പ്രൈസ് ഗോഡ്. അതുപോലെ ഇന്ന് ചില കുറവുകൾ നികത്തി വിടവുകൾ അടച്ച് പുതിയ ചിലത് ഓഫർ ചെയ്യാൻ, പുതിയ ചിലത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ദൈവികമാകുന്ന ടാലൻറ്റ്, ഒരു ദൈവിക ഗ്രേസ്, ഒരു ദൈവികമാകുന്ന ഇമ്പാർട്ടേഷൻ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ പകരും. ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ പകരും. ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ പകരും. അതിന് ക്രിസ്തുവിൽ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുക. എന്താണ് ഒരു ദൈവിക സ്ഥാനമാറ്റം നമ്മുടെ ജീവിതത്തിൽ? ദൈവിക സ്ഥാനമാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നടക്കുന്നത്, അതോടെ പറഞ്ഞ് നിർത്താൻ പോവാണ്. ഒരു ദൈവികമാകുന്ന സ്ഥാനമാറ്റമാണ് നമ്മളൊരു പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. ഒന്ന്, ആദാമിൽ നിന്ന് നാശമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. എന്നാൽ ക്രിസ്തുവിൽ നിന്ന് രക്ഷയാണ് ഓഫർ ചെയ്യപ്പെട്ടത്. അതുപോലെ ഇരുട്ടിൽ നിന്ന് ലൈറ്റാണ് ആ രക്ഷയ്ക്ക് ശേഷം ഓഫർ ചെയ്യപ്പെട്ടത്. പരാജയത്തിൽ നിന്ന് വിജയമാണ് ആ രക്ഷയിൽ നിന്ന് നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടത്. അതുപോലെ കുറ്റബോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ന്യായവിധിയിൽ നിന്ന്, അല്ലെങ്കിൽ കണ്ടംനേഷനിൽ നിന്ന് ജസ്റ്റിഫിക്കേഷനിലേക്കാണ്, നീതീകരണത്തിലേക്കാണ്, ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കാണ് നമ്മളെ യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി, ഒരു ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ഒരു പദവിയോടുകൂടി, ഒരു ദൈവികമാകുന്ന സ്ഥാനമാറ്റത്തിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത്. ഇതൊരു അറിവല്ല, വീണ്ടും പറയും, ഇതൊരു അറിവല്ല, ഇതൊരു ക്രിസ്തുവിലുള്ള ഒരവബോധമായി നമുക്ക് മാറിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ അത് നൽകട്ടെ. ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ അത് നൽകട്ടെ. ആ ഒരു അനുഭവം, ഞാൻ ഈ പറഞ്ഞ അനുഭവം കേവലം വ്യക്തി എന്ന നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല. ഞാൻ ആഗ്രഹിക്കുന്നു നാം പാർക്കുന്ന പാർപ്പിടത്തിൽ പോലും ഇങ്ങനൊരു ദൈവിക സ്ഥാനമാറ്റം സംഭവിക്കട്ടെ. നാം പാർക്കുന്ന ഇടത്ത് പോലും, നമ്മുടെ ജോലി സ്ഥലത്ത് പോലും ഇങ്ങനൊരു സ്ഥാനമാറ്റം സംഭവിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും ക്രിസ്തുവിൽ ഒന്ന് പുതുക്കി പണിയപ്പെടട്ടെ. എല്ലാ അടിസ്ഥാനങ്ങളും, നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു മാനുഷിക പ്രശ്നമാണെങ്കിലും, ആത്മീയ പ്രശ്നമാണെങ്കിലും, സാമ്പത്തിക പ്രശ്നമാണെങ്കിലും,
തൊഴിൽ പ്രശ്നമാണെങ്കിലും എല്ലാം അതിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളിൽ ഈ ഒരു ദൈവിക മാറ്റം, ഈ ഒരു മാനം പരിശുദ്ധാത്മാവ് നൽകട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ഇന്നങ്ങനെയുള്ള മാറ്റങ്ങൾ ദൈവമക്കളുടെ ലൈഫിൽ ഹോളി സ്പിരിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റിമാന ഹന്തേ റബൗഷിയാന്തര വൈഡൽ കമാനാം ശതേരിയാം ശക്തി അധുനേമ രഹനദഗ മഹധുനിരിഗദ ശഗദ ബൗഡസ് ലബ്രഗൗണ്ടോസിയ. ഞാൻ പറഞ്ഞതുപോലെ ചില ദുഷ്ടന്റെ അടിസ്ഥാനങ്ങൾ പരിശുദ്ധ ആത്മാവ് തകർത്ത് കളയുകയാണ്. ചില ദുഷ്ട അടിസ്ഥാനങ്ങൾ പരിശുദ്ധാത്മാവ് തകർത്ത് കളയുകയാണ്. ദുഷ്ട അടിസ്ഥാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ തന്നെ ആമേൻ. ഇരുട്ടിന്റെ അടിസ്ഥാനങ്ങൾ തകർന്നു തുടങ്ങട്ടെ. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ എന്നെ തന്നെ പ്രഖ്യാപിക്കുകയാണെന്ന് പറയുക. ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ ആത്മാവുള്ള മനുഷ്യനായി, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ എന്നെ തന്നെ പ്രഖ്യാപിക്കുകയാണ്. എന്മേൽ അവകാശമുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ തകർക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഫലം, ഇതിന്റെ പ്രതിഫലനങ്ങൾ അവിടെ ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ ഒരു പുതിയ അധികാരം ഇന്ന് വെളിപ്പെടട്ടെ. ക്രിസ്തുവിലുള്ള ഒരു സ്ഥാനമാറ്റം, ഒരു സ്പിരിച്വൽ പ്രൊമോഷൻ ഇപ്പോൾ സംഭവിക്കട്ടെ. എല്ലാ ഇരുട്ടിന്റെ കോട്ടകളും നസറായ നാം യേശുവിന്റെ നാമത്തിൽ ഇടിയട്ടെ. എല്ലാ പൈശാചിക വാഴ്ചകൾ, അധികാരങ്ങൾ, കർതൃത്വങ്ങൾ, പദ്ധതികൾ ഇപ്പോൾ എരിഞ്ഞു പോ. ശഗബഹദുനി ഓയിഡൽ കമോറിയം തർഗമദുനി ബിബിദി ശംദൽ കമന അദുരി ബിബിദി ഗടക ശൈഡലഗദ ജഗധൂദല മദുനി ബിഹ. ഇപ്പോൾ തന്നെ ദൂതന്മാർ നാം ഇരിക്കുന്ന ഭവനങ്ങൾക്ക് ചുറ്റും വിന്യസിക്കപ്പെടട്ടെ. ദൈവപിതാവേ, ഇപ്പോൾ തന്നെ ദൂതന്മാരെ ഞങ്ങളായിരിക്കുന്ന ഭവനത്തിന് ചുറ്റും ഇപ്പോൾ തന്നെ അയച്ച് അവരെ വിന്യസിച്ച് എല്ലാ ശത്രു പദ്ധതികൾ, കോട്ടകൾ, ഉദ്ദേശങ്ങൾ കത്തിച്ചു കളയണം. പാഴ്സി രാജ്യത്തിന്റെ പ്രഭുത്വ ശക്തികളെ തകർത്ത അതേ ദൂതഗണങ്ങളെ ഇപ്പോൾ ദൈവപിതാവേ ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് അയക്കണമേ. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ മഹത്വം ഇന്ന് ഈ മീറ്റിംഗിൽ വെളിപ്പെടുകയാണ്. ദൈവിക ഇടപെടൽ ഇന്ന് ഈ മീറ്റിംഗിൽ ഉണ്ടാകുകയാണ്. കർത്താവിന്റെ കൺഫർമേഷൻസ് ഈ മീറ്റിംഗിനകത്തുള്ള ഓരോ പദങ്ങളിലൂടെയും വെളിപ്പെടുകയാണ്. എല്ലാ ദുഷ്ടന്റെ ആലോചനകളെയും ഞങ്ങൾ തകർത്ത് കളയുന്നു. എല്ലാ സൈറ്റാനിക് ഒബ്ലിഗേഷൻസ് തകർത്ത് കളയുന്നു. എല്ലാ സാധാനിക കൺട്രോൾ യൂണിറ്റുകൾ, ടെന്റുകൾ, വാസസ്ഥലങ്ങളിൽ ഉൾപ്പെടെ ദൈവത്തിന്റെ മറുപടിയുടെ തീ വീഴട്ടെ. ദൈവ മറുപടിയുടെ തീ വീഴട്ടെ. ഇപ്പോൾ തന്നെ ദൈവമേ, എവിടെയെല്ലാം ഇരുളും മറഞ്ഞിരിക്കുന്നു അവിടെ ഞങ്ങൾ പ്രകാശം കൽപ്പിക്കുന്നു. എവിടെയെല്ലാം ഇരുളും മറഞ്ഞിരിക്കുന്നു അവിടെ പ്രകാശം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എവിടെ ഇരുളും മറഞ്ഞിരിക്കുന്നു അവിടെ ഞങ്ങൾ പ്രകാശം ഇത് പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശക്തിയുടെ പ്രതിഫലനങ്ങൾ ചില ശരീരത്തിന് മേൽ വെളിപ്പെടുകയാണ്. മറഞ്ഞിരിക്കുന്ന രോഗാത്മാക്കൾ യേശുവിൻ നാമത്തിൽ അവിടെ ഇരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് വിട്ടുമാറുന്നു. ചില ഇരുട്ടിന്റെ ബന്ധനങ്ങൾ, എല്ലാ അൺഗോഡ്ലി സോൾ ടൈസ്, അൺഗോഡ്ലി possessions ഇപ്പോൾ തന്നെ കത്തിമാറുന്നു. ലഖൗണ്ടോസിയ, പുതിയ സൃഷ്ടിയാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. ആ ദൈവ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ അവകാശം പറയുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഇരിക്കുന്ന എല്ലാ പൊസസ്ഡ് ആയതും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ബോഡി വിടും. നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന, ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന,
നിങ്ങളുടെ വായിലൂടെ വരുന്ന വാക്കിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ തിന്മകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തകരുന്നു. റിമന ഹംതെ ലമൗഡികോ ശഖബ ലിബ്രട്ടോ സഗ്രഡിലിസോയോ. I release the power now. I release the power now. ഒരു ഡുനാമിസ് വെളിപ്പെടട്ടെ, ഒരു ഡുനാമിസ് വെളിപ്പെടട്ടെ, ഒരു ഡുനാമിസ് വെളിപ്പെടട്ടെ. Right now in the name of Jesus, the power of dunamis, the power of Holy Spirit, the fire of Holy Spirit. ഇപ്പോൾ ഈ മീറ്റിംഗിൽ വെളിപ്പെടട്ടെ. ഓരോ ദൈവമക്കളിലേക്കും ആ ശക്തി നിറയട്ടെ. എല്ലാ ആത്മീയ ശക്തിയുടെ ശോഷണങ്ങളും ക്യാൻസലായി അവരിപ്പോൾ തന്നെ റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. എല്ലാ വിശ്വാസത്തിന്റെ ശോഷണങ്ങൾ ഇപ്പോൾ തന്നെ ഡീൽ ചെയ്യപ്പെടട്ടെ. എല്ലാ ആവർത്തിച്ചു വരുന്ന പൈശാചിക ആക്രമണങ്ങളെ യേശുവിന്റെ നാമത്തിൽ പിടിച്ചു ബന്ധിക്കുകയോ കെട്ടുകയോ അതിനെ ഐശാചിക ശക്തികൾ ഇപ്പോൾ ക്ഷയിച്ചു പോകട്ടെ. അശുദ്ധാത്മ ശക്തികൾ ക്ഷയിച്ചു പോകട്ടെ. പദ്ധതികൾ നിർവീര്യമായി പോകട്ടെ. ഇരുട്ടിന്റെ എല്ലാ തീയമ്പുകളും യേശുവിന്റെ നാമത്തിൽ I reverse it to the center. Patomba satu power I release. Tambos in the name of Jesus Christ. I pray my Lord. I pray my Lord. I pray my Lord. അപ്പോൾ ഈ മീറ്റിംഗിലായിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ പരിശുദ്ധ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. ദൈവിക സമാധാനവും സുരക്ഷിതത്വവും ഈ മക്കളുടെ മേൽ അവിടുന്ന് നൽകണമേ. ഇവർ ആഗ്രഹിച്ച ഏതൊരു വിഷയത്തിന്മേലും പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയത്തിന്മേലും പിതാവേ അവിടുന്ന് മറുപടി നൽകി ഇവരെ സഹായിക്കണം. ദൈവം ഇവരെ സന്ദർശിച്ചതിനായി, ഇവരെ സ്പർശിച്ചതിനായി, ഇവരെ ബലപ്പെടുത്തിയതിനായി ഞാൻ നന്ദി പറയുന്നു. കർത്താവ് ഇവരെ ബ്ലെസ് ചെയ്യണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്ന് പറഞ്ഞേ ആമേൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവമക്കളെ, വലിയ അഭിഷേകം ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ, ഉറപ്പാണ് വലിയ മാറ്റങ്ങൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ ഹോളി സ്പിരിറ്റ് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. നിങ്ങളുടെ പേരും നിങ്ങൾ ഈ മെസ്സേജ് അയക്കുന്ന സ്ഥലവും കൂടെ മെൻഷൻ ചെയ്ത് നിങ്ങൾ അത് അയച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കാൻ ഈ കാണിച്ച പ്രെയർ ലൈൻ നമ്പറിൽ തന്നെ നിങ്ങൾ ലിങ്ക് എന്ന് വാട്സപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ തുടർന്നുള്ള എല്ലാ മീറ്റിംഗ്സിൻ്റെയും ലിങ്കുകൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കും. അതിനുവേണ്ടി ജോയിൻ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കും. ആ ഗ്രൂപ്പ് ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ മീറ്റിംഗ്സും ആ ലിങ്കിലായിരിക്കും ലഭിക്കുക. അങ്ങനെ ഞങ്ങളുടെ സ്പെഷ്യൽ മീറ്റിംഗ്സിലും ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ദിവസവും നടക്കുന്ന ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സന്തോഷപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ദിവസവും നടക്കുന്ന മീറ്റിങ്ങിൽ നിങ്ങൾ മുടങ്ങാതെ പങ്കെടുത്താട്ടെ. വലിയൊരു ദൈവിക അഭിവൃദ്ധി എൻ്റെ വായിൽ അങ്ങനെയാണ് വരുന്നത്. ദൈവികമാകുന്നൊരു അഭിവൃദ്ധി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകും. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കും. നിങ്ങളും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് നിങ്ങളെ സകലത്തിലും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു.